തെരഞ്ഞെടുപ്പിന് ഇനി 30 നാൾ മാത്രം. 90 കോടി വോട്ടർമാർ വിധിയെഴുതാൻ കാത്തിരിക്കുമ്പോൾ വേനൽ ചൂടിനെ വെല്ലും അങ്കച്ചൂടിലാണ് സംസ്ഥാനം. രാഹുലിന്റെ വയനാട്ടിലെ എൻട്രിയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. അമേഠി സുരക്ഷിതമല്ലെന്ന് രാഹുൽ മനസ്സിലാക്കി. പരാജയഭീതിയിൽ നിന്നുണ്ടായ തീരുമാനമാണ് യുപിയിൽ തോൽവി സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് എത്തിച്ചത്. വയനാട്ടിലും അമേഠിയിലും വിജയിച്ചാൽ രാഹുൽ വയനാട്ടിൽ നിൽക്കുമോ? അതാണ് പോയിന്റ്. ഇന്ത്യ കേരളത്തിലേക്ക് എന്ന ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഉറക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, രാഹുൽ വയനാട്ടിൽ പരാജയപ്പെട്ടാൽ അത് രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും രാഷ്ട്രീയ അന്ത്യമാകും. എന്തായാലും പ്രചരണവും തെരഞ്ഞെടുപ്പ് കാഴ്ചകളുമെല്ലാം തകൃതിയായി മുന്നേറുമ്പോൾ കാണാം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. 20 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളും വിശേഷങ്ങളുമായി പീപ്പിൾ വാർത്താ സംഘം പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. ഇത് ജനങ്ങളുടെ വിധിയാണ്, ജനങ്ങൾക്കും പറയാനുണ്ട്. കാണാം ഇന്നത്തെ ജനശബ്ദം. തെരഞ്ഞെടുപ്പ് കളമൊരുങ്ങുമ്പോൾ കേരളത്തിലെ ചായക്കട വർത്തമാനങ്ങളിലടക്കം തെരഞ്ഞെടുപ്പാണ് ചർച്ചാ വിഷയം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ പറ്റിയുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു പടി മുന്നിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് രണ്ടാം ഘട്ട പ്രചരണം തകൃതിയായി മുന്നേറുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് കാണാം ഇന്ന് കോട്ടയംകാർക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതിനെ പറ്റിയുള്ള വിവരം. അമേഠി വിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ ചിലത് പറയാനുണ്ട്, അതും കോട്ടയംകാർക്ക്. എന്താണ് പുള്ളി ഭരിച്ച കാലത്ത് നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് കാണും. എന്നാലും പുള്ളിക്ക് ഇപ്പോൾ അവിടെ ജനങ്ങളോട് വിശ്വാസം കാണത്തില്ല. അതുകൊണ്ടായിരിക്കും പുള്ളി അമേഠി വിട്ട് വയനാട്ടിലേക്ക് വരാൻ സാധ്യത. ഇത്രയും നാൾ നടത്തിയ ഭരണം ജനങ്ങൾ വിലയിരുത്തിയത് ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കാം, ചിലപ്പോൾ ചീത്ത രീതിയിലായിരിക്കാം. അങ്ങനെ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ പുള്ളിക്ക് അവിടെ മടുത്തിട്ടാണോ പുള്ളി തിരിച്ചു പോരുന്നത് നമുക്കറിയത്തില്ല. അവിടെ നിന്നാൽ തോൽക്കുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കും ചിലപ്പോൾ കേരളത്തിലേക്ക് കൂറുമാറിയത്. ഇവിടെ ഒരു വിജയം ഉറപ്പാക്കിയായിരിക്കും വരുന്നത്. കാരണം സീറ്റിംഗ് MP ആണല്ലോ, അതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. അമേഠിയിൽ നിന്നാൽ തോറ്റുപോകുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് വയനാട്ടിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ അമേഠിയിൽ ജയിക്കുകയും വയനാട്ടിൽ ജയിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഏത് സീറ്റ് നിലനിർത്തും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചും തന്നെ ഒരു ആശങ്കയില്ലേ? അതിപ്പം പറയാ വെച്ചാൽ പുള്ളി എങ്ങനെയായാലും അവിടെ ജയിക്കുകയില്ല. അതിനാ വയനാട്ടിലോട്ട് പോരുന്നത്. 2 സീറ്റിലും ജയിക്കാൻ ഒരു വിധത്തിലും നടക്കുകയില്ല, ജയിക്കത്തുമില്ല പുള്ളി. അതിനുവേണ്ടി അവിടെ തോറ്റുപോകുന്നുള്ള ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അമേഠിയിലെ പരാജയം ഭയന്നാണ് കോൺഗ്രസിലെ ഉന്നത പദവിയിലെ നേതാവ് ഭയന്നോടി വയനാട്ടിലെത്തിയത്. ഇതിനെപ്പറ്റി ഇടുക്കിയിലെ ജനങ്ങൾക്കും പറയാനുണ്ട്. കാണാം സമീർ പകർത്തിയ ജനശബ്ദം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണ് എങ്കിൽ അതിനോട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. സ്മൃതി ഇറാനിയെ അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി തീരുമാനിച്ചതോടുകൂടി രാഹുൽ ഗാന്ധി തോൽവി ഭയക്കും. ഇപ്പൊ ഇവിടെ കേരളത്തിലെ സുരക്ഷിത മണ്ഡലം എന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാർ വയനാടിന് വേണ്ടി ഇവിടെ നേതാക്കന്മാർ കടിപിടി കൊടുക്കുമായിരുന്നു. ടി സിദ്ദിഖിന് ഉമ്മൻചാണ്ടിയുടെ കളിയുണ്ട്. ടി സിദ്ദിഖിനെ അവിടെ സ്ഥാനാർത്ഥി. ടി സിദ്ദിഖ് അവിടെ പ്രചരണം തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്നും പറഞ്ഞ് അവിടെ ആക്കിയിരിക്കുന്നത്. അത് വയനാടിനുള്ള ജനങ്ങളോടുള്ള ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും കോൺഗ്രസ്സുകാരൻ അവിടെ ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാരെ തന്നെ നേതൃത്വം തന്നെ പറഞ്ഞപ്പോൾ വയനാട്ടിലെ ജനങ്ങളോടുള്ള ഒരു അവഹേളനമായിരുന്നു കാണിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനത്തെ അവരെ കൂടുതൽ കരുത്തുറ്റതാക്കും രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള വരവ് എന്നാണ് അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഉജ്ജ്വലമായ വിജയം കൈവരിക്കുവാൻ ഈ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കഴിയും എന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ, ഇപ്പം എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന നിരവധി ആളുകൾ വാഹനത്തിൽ യാത്ര ആ ആളുകളൊക്കെ അതിനെക്കുറിച്ചൊരു മറ്റുള്ള രീതിയിൽ അവരൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിനെ പോലുള്ള ആളുകൾ ഇവിടെ ഒന്ന് മത്സരിക്കേണ്ട കാര്യമുണ്ടോ? വയനാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് രാഹുലിന്റെ വയനാട്ടിലെ ഒരു എൻട്രി. ജയിച്ചാൽ രാഹുൽ നിൽക്കുമോ? അവിടെ ജനങ്ങൾക്കും പറയാനുണ്ട്. വയനാട്ടിൽ നിന്നും അനൂപ് പകർത്തിയ ജനശബ്ദത്തിലേക്ക്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് കാണുമ്പോൾ പണ്ടൊക്കെ നമ്മൾ അമേഠിയും റായ്ബറേലിയും ഒക്കെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത്. ആ അമേഠിയും ആ റായ്ബറേലിയും ഒക്കെ ഇന്ന് വയനാടായി മാറുന്നു എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ഭൂഖണ്ഡത്തിൽ വയനാട് ഒരു സുപ്രധാനമായ ഒരു സ്ഥാനം പിടിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലോകം ഇന്ന് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ കാണുമ്പോൾ ആ ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു ഭാഗമായി വയനാട് പാർലമെന്റും വയനാട്ടിലെ ജനതയും കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. രാഹുൽ ഗാന്ധി വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. കുറുന്തോട്ടി പൊരിക്കാൻ JCB വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വയനാട് കോൺഗ്രസിന്റെ മണ്ഡലം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആദ്യത്തെ ഇലക്ഷനിൽ 1.5 ലക്ഷത്തിന് ഷാനവാസ് ജയിച്ച മണ്ഡലത്തിൽ രണ്ടാമത്തെ ഇലക്ഷനിൽ 20,000 താന്നു. അന്ന് 7 MLA മാർ UDF-ൻ്റെതായിരുന്നു. ഇപ്പം 4 MLA മാർ LDF-ൻ്റെതാണ്.
58 പഞ്ചായത്തിൽ 38 പഞ്ചായത്തും 7 മുനിസിപ്പാലിറ്റിയിൽ 4 മുനിസിപ്പാലിറ്റിയും ഞങ്ങളാണ് ഭരിക്കുന്നത്. രാഹുൽ ഗാന്ധിയല്ല, സാക്ഷാൽ പടച്ചതമ്പുരാൻ തന്നെ വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ PP സുനീർ വിജയിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ പറ്റി കണ്ണൂരിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. M. സന്തോഷ് പകർത്തിയ ജനശബ്ദത്തിലേക്ക്. പൊതുജന അഭിപ്രായം തേടി ജനശബ്ദം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. ഇതിനെക്കുറിച്ച് നമുക്ക് നാട്ടുകാരോട് തന്നെ അഭിപ്രായം ചോദിക്കാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരികയാണ്, എന്താണ് അഭിപ്രായം പറയാൻ? അത് പൊതുവിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ഉറപ്പുള്ള ഒരു സീറ്റില്ല എന്നുള്ള BJPയുടെ പ്രചരണത്തിന് ബലം കൂട്ടും. അതുതന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണകരമായിരിക്കും അവരുടെ ഒരു ഇങ്ങോട്ടുള്ള വരവ്. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള അവസ്ഥ നാട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കിച്ചു എന്ന് മാത്രമേ അതിനകത്ത് കാണുന്നു. കോൺഗ്രസ് BJPയെ സഹായിക്കുന്നു. ഉത്തരേന്ത്യയിലടക്കം ഇപ്പോൾ BJP നേതാക്കന്മാർക്ക് പ്രചരണത്തിന് ഒരു ആയുധം ഇട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിലാണ്. അമേത്തി അടക്കം തോക്കും. അതുകൊണ്ട് കേരളത്തിലേക്ക് വന്ന് ഒരു സുരക്ഷിത മണ്ഡലം തേടാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് മത്സരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്താണ് അടക്കം ഒരു നല്ല നിലയിലുള്ളൊരു മത്സരം നടക്കുന്ന കേരളത്തിൽ, ഈ വർഗീയതക്കെതിരെ ക്യാമ്പയിനും മറ്റും നടക്കുന്ന ഒരു കേരളത്തിൽ BJPനെ ആ രീതിയിൽ സഹായിക്കുന്നു. ഇപ്പം BJPക്കടക്കം ഇന്ത്യയിൽ മൊത്തം ഒരു സംസ്ഥാനത്തും നല്ല രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിന് മത്സരിക്കാൻ സീറ്റില്ല എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കാണ് എത്തുന്നത്. ആ രീതിയിലാണ് കോൺഗ്രസിൻ്റെ നിലപാട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത് അങ്ങ് UPയിലൊന്നും തോക്കുന്നുള്ള ഒരൊറ്റ ഇത് വെച്ചിട്ടല്ലേ ഇപ്പോൾ ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. അപ്പോൾ വേറെ ആര് വന്നാലും കേരളത്തിലെ ജനങ്ങൾ അവർക്കൊരു ഇതുണ്ട്, അതിലേ ചെയ്യുള്ളൂ. അത് രാഹുലാണ് അല്ലെങ്കിൽ അത് നരേന്ദ്രമോദി എന്നുള്ള ചിന്തയില്ലല്ലോ. അമേഠിയിൽ രാഹുൽ സുരക്ഷിതനല്ലാത്തതുകൊണ്ടാണ് രാഹുൽ വയനാട്ടിലേക്ക് വരുന്നതെന്ന് നേതാക്കൾ പറയുന്നു. വയനാട്ടിൽ എതിരാളി ആരായാലും നേരാൻ ഇടതുപക്ഷ കരുത്തന്മാരും തയ്യാറാണ്. രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം തകർന്നതിന്റെ തെളിവാണെന്നും നേതാക്കൾ പറയുന്നു. കാണാം നേതൃശബ്ദം. കേരളത്തിലെ പ്രധാന ശക്തി ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കേരളത്തിൽ BJPയോട് മത്സരിക്കാനല്ല വരുന്നത്, ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണ്. ഈ ഒരു നില ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്തക്ക് ചേർന്നതാണോ എന്നത് കോൺഗ്രസ് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വഴിക്ക് നടക്കും. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നതുകൊണ്ട് ആ പോരാട്ടത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമെന്നൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ നേരിടുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്ത്? രാഹുൽ ഗാന്ധി അമേത്തി വിട്ട് വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ തോൽവി സമ്മതിച്ചു എന്നതിൻ്റെ തെളിവാണ്. അമേത്തിയിൽ പോലും കോൺഗ്രസ് സുരക്ഷിതമല്ല എന്ന് വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പരാജയ ഭീതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വയനാട്ടിലേക്കുള്ള, ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിലേക്ക് വരാനെടുത്ത തീരുമാനം. തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ആര് വരുന്നതിനെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഇതുകൊണ്ട് വ്യക്തമാണ്, അമേഠിയിലെ വിജയസാധ്യത കുറവാണ് എന്ന് കോൺഗ്രസ്സിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ 3 ലക്ഷം വോട്ടിന് വിജയിച്ച ആ സീറ്റിൽ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ 1,25,000 താഴെ 1,10,000 വോട്ടിനെ കണ്ടാണ് ജയിച്ചത്. ഇപ്പോൾ അവിടെ ഒരു മുന്നണിയൊന്നുമില്ല, ഗ്രാജുവലായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു വരിക. അതുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു സുരക്ഷിതമായ സ്ഥലം തേടി അദ്ദേഹം ഇറങ്ങിയതാവാം. വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ തെക്കേ ഇന്ത്യയിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി എന്ന അവരുടെ തുറുപ്പ് ചീട്ട് പുറത്തിറക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്ന് വിചാരിക്കുന്നത്. അത് വെറൊരു വ്യാമോഹം മാത്രമാണ്. അമേഠിയിൽ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പരാജയപ്പെടുമെന്ന് ഉറപ്പായി. സ്മൃതി ഇറാനിയോട് ജയിക്കാനാവില്ല എന്ന് ബോധ്യപ്പെട്ടു. ഇനി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള
അവസാനവട്ട ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ വാക്പോരും വാദപ്രതിവാദങ്ങളും എല്ലാം അവിഭാജ്യ ഘടകങ്ങളിലൊന്നാണ്. സാഹചര്യം എന്തായാലും വിജയത്തിൽ കുറിച്ചൊന്നും സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാണാം പോരാട്ട വീര്യം നിറഞ്ഞ സ്ഥാനാർത്ഥികളുടെ വാക്കുകൾ. തലമുറയുടെ വലിയ മുന്നേറ്റമാണ് LDF അനുകൂലമായുള്ളത്. പുതുതായിട്ട് മതനിരപേക്ഷ ഗവൺമെന്റ് വന്നാൽ നല്ല നിലപാടെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള അവസരം, തൊഴിലാളിക്ക് കൂലി കിട്ടാനുള്ള അവസരം, വ്യവസായം നിൽക്കാനുള്ള അവസരം, ആ അവസരമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം വേണം. കോൺഗ്രസും UDF മാത്രം വന്നാൽ എന്താ, UDFിലെ ആളുകൾ ചിലപ്പോൾ ഇതിന്റെ കൂടെ നിൽക്കത്തില്ല. അവരിപ്പോൾ BJP ചേർന്നുകൊണ്ടിരിക്കുക. മുന്നണി നല്ല ആവേശത്തിലാണ്. എന്നാൽ ഞങ്ങൾ ഇനി വേറെ മുന്നോട്ട് പോകാനുണ്ട്. എല്ലാം പൂർത്തീകരിച്ച് എന്നുള്ളതല്ല, ഇനിയും ഞങ്ങൾ എത്തിച്ചേരാത്ത ഒത്തിരിയേറെ ജനങ്ങളുണ്ട്. ഞങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത വീടുകളുണ്ടായിരിക്കും, വോട്ടർമാരുണ്ടായിരിക്കും. ഞങ്ങൾ വളരെ മുമ്പിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഇനിയും ഏറെ മുന്നേറാനുണ്ട്, ഇനിയും ഏറെ ജനങ്ങളിലേക്ക് എത്താനുണ്ട്, ഇനിയും ഏറെ വീടുകളിലേക്ക് എത്താനുണ്ട്. ആ കാഴ്ചപ്പാടോടുകൂടി കുറെ കൂടി തീവ്രമായി പ്രവർത്തിക്കാനാണ് മുന്നണിയാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾക്കും എല്ലാ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾക്കും വലിയ ആവേശമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. കേരളം ഒരു മാതൃകയാണ്. ആ മാതൃക ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലും അങ്ങനെ തന്നെ പ്രതിഫലിക്കുമെന്നതാണ് എൻ്റെ വിശ്വാസം. തിളക്കമാർന്ന അസൽ വിജയം കേരളത്തിൽ LDFന് ജനങ്ങൾ സമ്മാനിക്കും എന്നതാണ് വിശ്വാസം. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു പ്രാവശ്യം എനിക്ക് പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രചരണ പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കും എന്നതിന് സംശയമൊന്നുമില്ല. യാതൊരു വിധത്തിലുമുള്ള അസ്വസ്ഥതകളും നിലവിലില്ല. ഒരുപക്ഷെ ഇത്രയധികം ആവേശത്തോടുകൂടി ഇതിനു മുൻപ് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെയും എന്നോടൊപ്പമുള്ള ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും സ്വീകരിച്ചതായിട്ട് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും വാർത്തകളാണ്. കാണാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. അനൗൺസ്മെന്റ് കേട്ടാൽ തോന്നും തമിഴ്നാടാണെന്ന്. എന്നാൽ സംശയം വേണ്ട, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് സെന്തമിഴിന്റെ അനൗൺസ്മെന്റ്. பாலகோபால் அவர்களுக்கு அறிவால் சுற்றிய நட்சத்திரம் சின்னத்தில் வாக்களித்து அதிகப்படியான வாக்குகள் வித்தியாசத்தை வெற்றி பெற செய்ய வேண்டும் என கேட்டுக்கொள்கின்றோம். ഇത് ജയവർദ്ധനൻ, കുളത്തുപുഴ RPL എസ്റ്റേറ്റിലെ തൊഴിലാളി. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വേണ്ടിയാണ് വാക്കാളർകളെ ഉങ്ങളുടെ തോളർ ബാലഗോപാലുക്ക് വാക്കളിപ്പീർ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത്. RPLിലെ 750 തമിഴ് കുടുംബങ്ങൾ, 1300 പേർ, അവർക്ക് വേണ്ടിയാണ് ഈ തമിഴ് മൊഴി. തമിഴിൽ അനൗൺസ്മെന്റ് പറഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ട് 1350 തോറ്റം തൊഴിലാളികളും ഫാമിലിയിലുള്ള ആൾക്കാരും എല്ലാം മൊത്തം തമിഴാണ്. അപ്പോൾ ശ്രീലങ്കയിൽ വന്നവരാണ് ഞങ്ങൾ. വന്നിട്ട് ഇവിടെ വന്നിട്ട് 40-45 വർഷങ്ങളായി. എന്നാൽ അവർ ഏതായാലും തമിഴ് തന്നെ അവർക്ക് വലിയ ഇഷ്ടം. അതും മലയാളം മാതൃഭാഷ മലയാളം ആണെങ്കിലും തമിഴ് പറഞ്ഞാലേ അംഗീകരിക്കും. അതുമാത്രമല്ല, മനസ്സിലാവാത്ത വലിയ വലിയ ആൾക്കാർക്ക് മലയാളം അത്രയും ക്ലിയറായിട്ട് പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തമിഴിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നത്. 1976 ശ്രീലങ്കയിൽ നിന്ന് ജയവർദ്ധനന്റെ കുടുംബത്തെ കുളത്തുപുഴയിൽ RPL എസ്റ്റേറ്റിൽ പുനരധിവസിപ്പിച്ചത്. 1989 ജയവർദ്ധനൻ CPIMൽ എത്തുന്നത്. അക്കാലം മുതൽ ജയവർദ്ധനൻ തമിഴിലാണ് അനൗൺസ്മെന്റ് ചെയ്യാറും. ഇടതുസാരി ജനനായക മുന്നണിയുടെ വേட்பாளராக போட்டியிடும் KN பாலகோபால் அவர்களுக்கு அறிவால் சுற்றிய நட்சத்திரம் சின்னத்தில் வாக்களித்து அதிகப்படியான வாக்குகள் வித்தியாசத்தில் அமோக வெற்றி பெற செய்ய வேண்டும் என கேட்டுக்கொள்கின்றோம். കാൽ നൂറ്റാണ്ടായി ജയവർദ്ധനൻ ഇങ്ങനെ തമിഴിൽ അനൗൺസ്മെന്റ് തുടങ്ങിയിട്ട്. RPLിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് തമിഴ് ഭാഷയിൽ അദ്ദേഹം KN ബാലഗോപാലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അൻപാന തമിഴ് മക്കളെ, വാലിബ സിംഗങ്ങളെ, നിങ്ങളുടെ വോട്ട് കൃത്യമായി അത് ഇടതുപക്ഷത്തിന് നൽകണമെന്നാണ് അദ്ദേഹം തമിഴിൽ അഭ്യർത്ഥിച്ചത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ തിരുവനന്തപുരത്തെ കൊടിക്കട. വിവിധ പാർട്ടികളുടെ കൊടിതോരണങ്ങളും ചിഹ്നങ്ങളും പ്രവർത്തകരുടെ ഇഷ്ടാനുസരണം നൽകിയാണ് SS കോവിൽ റോഡിലെ കൊടിക്കട വ്യത്യസ്തമാകുന്നത്. മുൻകൂട്ടി അറിയിച്ചാൽ പറയുന്ന നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച കൊടകളും ടീഷർട്ടുകളും ഇവിടെ നിന്ന് ലഭ്യമാകും. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തിരുവനന്തപുരം SS കോവിൽ റോഡിലെ കൊടിക്കടയിൽ വലിയ തിരക്കാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആവശ്യമായ കൊടികൾ, പാർട്ടി ചിഹ്നങ്ങൾ, രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച ടീഷർട്ടുകൾ എന്നിവ ഇവിടെ നിന്ന് ലഭിക്കും. കൊടിതോരണങ്ങൾ തിരക്കി പ്രവർത്തകർ വരാൻ തുടങ്ങിയതോടെയാണ് കടയുടമയായ സുലൈമാൻ കൊടിക്കട എന്ന ആശയത്തിന് രൂപം നൽകിയത്. ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം ഒന്നുമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ കൊടിതോരണങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല.
ഞങ്ങളെല്ലാം തുണിയോ അല്ലെങ്കിൽ നോൺ ഓവൺ മെറ്റീരിയൽ ഈ സഞ്ചിയുടെ ഒക്കെ മെറ്റീരിയലുണ്ട് അതുപോലെയാണ് കിട്ടുന്നത്. LED ലൈറ്റ് ഘടിപ്പിച്ച പാർട്ടി ചിഹ്നങ്ങളാണ് ഇപ്രാവശ്യത്തെ ട്രെൻഡ്. മുൻകൂട്ടി അറിയിച്ചാൽ പറയുന്ന നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച കൊടികളും ടീഷർട്ടുകളും ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ 30 രൂപ മുതലും LED ലൈറ്റ് ഘടിപ്പിച്ച പാർട്ടി ചിഹ്നങ്ങൾ 250 മുതൽ 300 രൂപ വരെയുമാണ്. ആശയങ്ങളും അഭിപ്രായങ്ങളും നിറങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ കൊടിക്കടയ്ക്കുള്ളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ കൊടിതോരണങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് ഉത്സവമാക്കുവാൻ പാർട്ടി ചിഹ്നങ്ങൾക്കും കൊടിതോരണങ്ങൾക്കും വേണ്ടി ഓരോ ദിവസവും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് കൊടിക്കടയിലേക്ക് എത്തുന്നത്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം റിനു ശ്രീധർ. ബ്രേക്കിംഗ് കോലീബി സഖ്യത്തിന്റെ പേരിൽ വടകരയിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. മേപ്പയൂരിൽ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പാർട്ടി വിട്ടു. പാർട്ടി വിട്ടവരിൽ വനിതാ ലീഗ് നേതാവും പാർട്ടി വിട്ടത് UDF BJP രഹസ്യധാരണയിൽ പ്രതിഷേധിച്ച്. LDFുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് പാർട്ടി വിട്ടവരുടെ തീരുമാനം. വടകരയിൽ UDF BJPയുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയെ തുടർന്നാണ് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. വടകര മണ്ഡലത്തിലെ പേരാമ്പ്ര മേപ്പയൂരിൽ മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം റംല റസാഖ്, KMCC നേതാവ് മൂസ കമ്മന, ലീഗിന്റെ തൊഴിലാളി സംഘടനയായ STUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം PK റസാഖ്, സമീർ, നവാസ് ഉൾപ്പെടെ നിരവധി പേരാണ് പാർട്ടി വിട്ടത്. ഇനിയും കൂടുതൽ പേർ ലീഗ് വിടുമെന്നും ഇവർ പറഞ്ഞു. ഒരു കാലത്ത് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ബഹ്റിൽ മുസല്ല പിരിച്ച് നമസ്കരിച്ചാൽ പോലും RSSുമായിട്ടൊരു കൂട്ടില്ല എന്ന് പറഞ്ഞ് ആ പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് ആ പാർട്ടി നിർത്തിയിട്ട സ്ഥാനം UDFന്റെ സ്ഥാനാർത്ഥി മുരളീധരനെ കൂട്ടിയിട്ട് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കബറിടത്ത് പോയിട്ട് സന്ദർശനം നടത്തുകയാണ്. മെനഞ്ഞാന്ന് പത്രത്തിൽ നമ്മൾ കണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോലും ഇതിന് പൊറുപ്പില്ല. അദ്ദേഹമാണ് പറഞ്ഞ് RSSുമായിട്ട് കൂട്ടില്ല. അതിലൊക്കെ പ്രതിഷേധിച്ച് ഞങ്ങൾ രാജിവെച്ചതാണ്. LDFുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. മേപ്പയൂരിൽ നടന്ന ചടങ്ങിൽ LDF സ്ഥാനാർത്ഥി P ജയരാജൻ ഇവരെ സ്വീകരിച്ചു. ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് വടകര മേപ്പയൂരിൽ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ പാർട്ടി വിട്ടിരിക്കുന്നത്. വടകരയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന് നിയമസഭാ മണ്ഡല പര്യടനത്തിന് പൂഞ്ഞാറിൽ തുടക്കമായി. പര്യടനത്തിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവമാസത്തിൽ ഉത്സവങ്ങളെ വെല്ലുന്ന പൈട്ടോടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിയമസഭാ മണ്ഡല പര്യടനത്തിന് തുടക്കമായത്. രാവിലെ മുതൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് എത്തിയ വീണ ജോർജിനെ ഇടതുമുന്നണി പ്രവർത്തകർ ഇലങ്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നിന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് തുറന്ന ജീപ്പിൽ നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ഏന്തയാറിലേക്ക് ആനയിച്ചു. പൂക്കളും പൂമാലകളും നൽകി വീണ ജോർജിനെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. വെടിക്കെട്ടും ചെണ്ടമേളവും നാസിക് ഡോളും എല്ലാം കലർന്ന ഉത്സവ അന്തരീക്ഷത്തിൽ ഏന്തയാർ ജംഗ്ഷൻ ഒരു ജനസമുദ്രമായി മാറി. ഇടതുപക്ഷം എന്നും ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വീണ ജോർജിന് ലഭിച്ച വരവേൽപ്പ്. തുടർന്ന് നടന്ന യോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും ജനകീയ താൽപര്യങ്ങൾ പരിരക്ഷിക്കാനും വീണ ജോർജിന്റെ വിജയം അനിവാര്യമാണെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. നമ്മുടെ നാടിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരാൻ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ തനതായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു താൽപര്യം ഉയർത്തിപ്പിടിക്കാനുള്ള അതിശക്തമായ കരുത്തോടുകൂടി പത്തനംതിട്ടയുടെ ശബ്ദം അവിടെ ഉയരണം. അതിനനുസരിച്ചു നിൽക്കണം. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണയർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും അതോടുകൂടി ജനകീയ താൽപര്യം പരിരക്ഷിക്കാനും കഴിയുന്ന രീതിയിലുള്ള വമ്പിച്ച രീതിയിലുള്ള ഒരു നീക്കത്തിന് പത്തനംതിട്ടയിലെ ജനത ഈ തയ്യാറെടുപ്പ് നടത്തണം. LDF നേതാക്കളായ KJ തോമസ്, അഡ്വക്കേറ്റ് K അനന്തഗോപൻ, KP ഉദയഭാനു, അഡ്വക്കേറ്റ് P ഷാനവാസ്, AP ജയൻ, CK ശശിധരൻ, തോമസ് കുന്നപ്പള്ളി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കരുനാഗപ്പള്ളി LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ സ്വീകരണ പര്യടനത്തിന് കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ കുലശേഖരപുരം പഞ്ചായത്തിൽ ഉജ്ജ്വല സ്വീകരണം. കറുകത്തറ ജംഗ്ഷനിൽ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. R രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. കുലശേഖരപുരം, ക്ലാപ്പാന, തൊടിയൂർ, തഴവ പഞ്ചായത്തുകളിലാണ് ആദ്യ ദിവസത്തെ സ്വീകരണം. പ്രിയപ്പെട്ടവൻ കടന്നു വരികയാണ്. സഖാവ് AM ആരിഫ് ഈ വാഹനത്തിന് പിന്നിലാൽ ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ സ്വീകരണ പര്യടനം കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ആരംഭിച്ചു. മണ്ഡലത്തിലെ കുലശേഖരപുരം പഞ്ചായത്തിൽ നടന്ന പര്യടനത്തിന്റെ തുടക്കം മന്ത്രി TM തോമസ് ഐസക് നിർവഹിച്ചു.
MLA R. രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 3 ഘട്ടങ്ങളിലായിട്ടാണ് മണ്ഡലത്തിലെ സ്വീകരണ പര്യടനം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന്റെ ആദ്യഘട്ടം രാവിലെ ആരംഭിക്കും. രാവിലെ 7:45 തുടങ്ങി രാത്രി 9 സമാപിക്കുന്ന രീതിയിലാണ് സ്വീകരണ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ കേന്ദ്രത്തിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ആഘോഷങ്ങളുടെ കൂടി സമയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളും കലാപരിപാടികളും വരെ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. മലപ്പുറത്തെ സ്ഥാനാർത്ഥി VP സാനുവിന്റെ പ്രചരണത്തിന്റെ മേളക്കൊഴുപ്പിലേക്ക്. മലപ്പുറം ഇനി സാനുവിനാണടോ മലപ്പുറം, ഇക്കുറിയില്ലടോ മലപ്പുറം, ഇനി സാനുവിനാണടോ മലപ്പുറം. മണ്ടണതിണ്ടാലി ഗയ്യായി ഇനി മണ്ടിട്ടും കിട്ടൂല മലപ്പുറം, മണ്ടണതിണ്ടാലി ഗയ്യായി ഇനി മണ്ടിട്ടും കിട്ടൂല മലപ്പുറം. സാനുവിനാകട്ടെ ഒരു വട്ടം ഇനി അജയമാവട്ടെ ഇടത് കൂട്ട്, സാനുവിനാകട്ടെ ഒരു വട്ടം ഇനി അജയമാവട്ടെ ഇടത് കൂട്ട്. സാനുവിനെയും ജയത്തിലേറ്റി നാടിന്ന ധോഗതി മാറ്റിക്കാട്ട്, സാനുവിനെയും ജയത്തിലേറ്റി നാടിന്ന ധോഗതി മാറ്റിക്കാട്ട്. ഇക്കുറിയില്ലടോ മലപ്പുറം ഇനി സാനുവിനാണടോ മലപ്പുറം, ഇക്കുറിയില്ലടോ മലപ്പുറം ഇനി സാനുവിനാണടോ മലപ്പുറം. മണ്ടണതിണ്ടാലി ഗയ്യായി ഇനി മണ്ടിട്ടും കിട്ടൂല മലപ്പുറം, മണ്ടണതിണ്ടാലി ഗയ്യായി ഇനി മണ്ടിട്ടും കിട്ടൂല മലപ്പുറം, മണ്ടിട്ടും കിട്ടൂല. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.